ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ആദിപരാശക്തി അമ്മയുടെയും ഗുരുവായൂരപ്പൻ്റെയും ഒക്കെ അനുഗ്രഹം നിറഞ്ഞ ദിവസമാണ്. അപ്പം നമ്മൾ സൗന്ദര്യലഹരി ശ്ലോകങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരുന്നു. ഇനി രണ്ടാമത്തെയാണ് നമ്മളുടെ പഠനം ആരംഭിക്കുന്നത്. അപ്പം അമ്മയുടെ അനുഗ്രഹത്തോടെ, ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടെ നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ഇന്ന് പഠനം ആരംഭിക്കുന്നു. തനീയാം സംപാംസും തവ ചരണ പങ്കേരുഗഭവം വിരിഞ്ചി സഞ്ചിന്വൻ വിരജയതി ലോകാനവികലം വഹത്യേനം ശൗരീ കഥമപി സഹസ്രേണ ശിരസാ ഹരസംശുദ്ധൈനം ഭജതി ഭസിതോദ്ധൂളന വിധിം. ഇതാണ് ശ്ലോകം. ഇനി നമുക്ക് ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ശ്ലോകത്തിൻ്റെ സാരാംശത്തിലേക്ക് വരാം. അർത്ഥം: തനീയാംസം പാംസും എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായ പൊടിക്കൂട്ടത്തെയാണ് തനീയാംസം പാംസും എന്ന് വിളിക്കുന്നത്. അടുത്ത വാക്ക് തവ ചരണ പങ്കേരുക ഭവം. നിന്തിരുവടിയുടെ ആ പാതാരവിന്ദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച എന്നുള്ള അർത്ഥത്തിലാണ് തവ ചരണ പങ്കേരുക ഭവം എന്ന് പറയുന്നത്. അടുത്ത അർത്ഥത്തിലേക്ക് നമുക്ക് വരാം. ലോകാൻ. ലോകാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനുമാണ് ഈ ലോകാൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് അവികലം വഹതി. ഒന്നിനോട് മറ്റൊന്ന് യോജിക്കാതെ വിശാലമായിട്ട് രക്ഷിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അവികലം വഹതി എന്ന് പറയുന്നത്. അടുത്തത് ഏനം. ഈ പ്രപഞ്ച രൂപമായ 14 ലോകങ്ങളെയുമാണ് ഏനം എന്ന് പറയുന്നത്. അതായത് പ്രപഞ്ച രൂപമായിരിക്കുന്ന 14 ലോകങ്ങൾ. അടുത്തത് ശൗരി കഥമഭി. അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് വിഷ്ണു എന്നുള്ള അർത്ഥവും അടുത്തത് ബുദ്ധിമുട്ടി എന്നുള്ള അർത്ഥവും കൂടി ഉണ്ട്. അടുത്തത് സഹസ്രേണ ശിരസാം. 1000 ശിരസ്സുകളെ കൊണ്ട് എന്നുള്ള അർത്ഥമാണ് സഹസ്രേണ ശിരസാം. അടുത്തത് ഹരസംശുദ്ധ്യൈ. രുദ്രൻ നല്ലവണ്ണം പൊടിച്ച്. അടുത്തത് ഭജതി. ഭജിക്കുന്നു. ഇതാണ് ഓരോ വാക്കുകളുടെ അർത്ഥം. അടുത്തത് അല്ലയോ ദേവി, ബ്രഹ്മദേവൻ ഇന്ദ്രവടിയുടെ ആ പാതാരവിന്ദങ്ങളിൽ നിന്നുണ്ടായ അതിസൂക്ഷ്മമായ പൊടിയെ സമ്പാദിച്ച് അതുകൊണ്ട് 14 ലോകങ്ങളെയും ന്യൂനതകളൊന്നുമില്ലാതെ വളരെ വിശാലമായും പ്രളയകാലത്ത് നശിക്കാത്തതുമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥമാണ്. മഹാവിഷ്ണുവിൻ്റെ പാദധൂളിയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ 14 ലോകങ്ങളെയും 1000 ശിരസ്സുകളാൽ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് സംരക്ഷിക്കുന്ന സംഹാരമൂർത്തിയായ ശിവൻ പ്രപഞ്ചത്തെ പ്രളയകാലത്ത് സംഹരിച്ച് നിശേഷം പൊടിയാക്കി ഭസ്മധാരണം നടത്തി. ഈ പരാശക്തിയുടെ പാദധൂളി മഹിമ കൊണ്ട് വിഷ്ണു ബ്രഹ്മാദി രുദ്രന്മാർ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരവും നടത്തി വരുന്നു. ഇതാണ് ചുരുക്കം സാരാംശം. അപ്പൊ ശൗരി എന്നാൽ വിഷ്ണുവെന്നും ബലഭദ്രൻ എന്നും ആദിശേഷൻ എന്നുമൊക്കെ അർത്ഥമുണ്ട്. ദേവിയുടെ ആ വൈഭവം നമുക്ക് ഈ സാരാംശത്തിൽ കൂടി മനസ്സിലായി കാണുമല്ലോ അല്ലേ?
അപ്പോൾ എല്ലാവർക്കും ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ശ്ലോകങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ഞാൻ ആ ശ്ലോകം ചൊല്ലാം. തനീയാംസം പാംസും തവ ചരണ പങ്കേരുഗഭവം വിരിഞ്ചി സഞ്ചിന്വൻ വിരജയതി ലോകാനവികലം വഹത്യേനം ശൗരി കഥമപി സഹസ്രേണ ശിരസാം ഹരസംശുദ്ധ്യൈനം ഭജതി ഭസിതോ ധൂളന വിധിം. ഇത് ഓരോരുത്തരും ഇത് കേട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൾ ഇങ്ങനെ ഷോർട്ടാക്കി പറഞ്ഞിരിക്കുന്നത് ഒടുവിൽ ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഇന്നുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മേ ശരണം, ദേവീ ശരണം. ഹരി.